നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മഡ്ഗാവിൽ ഉപേക്ഷിച്ച വാഹനങ്ങൾക്കെതിരെ നടപടി. മഡ്ഗാവിലെ വഴികളും ഫുട്പാത്തുകളും തടസ്സപ്പെടുത്തുന്ന നിലയിൽ നിൽക്കുന്ന ഉപേക്ഷിച്ച വാഹനങ്ങൾക്കെതിരെ ട്രാഫിക് പോലീസ് നടപടി തുടങ്ങി. ആദ്യഘട്ടത്തിൽ 2 കാർ, 1 ബൈക്ക് എന്നിവ നീക്കം ചെയ്തു. ഈ വാഹനങ്ങൾ ഗതാഗതത്തിനും പരിസ്ഥിതിക്കും ഹാനികരമായിരുന്നുവെന്നും ഒരേ സ്ഥലത്ത് 8 ദിവസത്തിൽ കൂടുതൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന ഏതൊരു വാഹനവും ഉപേക്ഷിക്കപ്പെട്ടതായി കണക്കാക്കി സ്ക്രാപ്പ് ചെയ്യുമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ആദ്യം ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കുമെന്നും 8 ദിവസത്തിനകം വാഹനങ്ങൾ നീക്കിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ സാവന്ത് അതിനുശേഷം ഉടമയ്ക്ക് വാഹനം തിരികെ ലഭിക്കില്ലെന്നും വ്യക്തമാക്കി. ഗതാഗതം തടസ്സപ്പെടുത്തി വാഹനങ്ങൾ തെരുവിൽ പാർക്ക് ചെയ്യുന്ന റോഡരികിലെ വർക്ക്ഷോപ്പുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സാവന്ത് പറഞ്ഞു. പനാജിയിൽ ഉപേക്ഷിക്കപ്പെട്ട 250 വാഹനങ്ങൾ അധികൃതർ ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇതുകൂടാതെ അനധികൃതമായി ഓടുന്ന 550 സ്വകാര്യ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 14 മുതൽ 17 വരെ ഗോവ സംസ്ഥാന ചലച്ചിത്രോത്സവം. ഗോവയുടെ പ്രാദേശിക ചലച്ചിത്ര മികവിന് ഒരു വേദി ഒരുക്കുകയാണ് സംസ്ഥാന ചലച്ചിത്രോത്സവം. ഓഗസ്റ്റ് 14 മുതൽ 17 വരെ പനാജിയിൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ കൊങ്കണി, മറാഠി, ഹിന്ദി ഭാഷകളിലെ മികച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. സംവിധായകരുമായുള്ള സംവാദങ്ങൾ, വർക്ക്ഷോപ്പുകൾ, പ്രദർശനങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും. ക്ഷേമ പദ്ധതികൾക്ക് ആനുകൂല്യമുള്ളവരുടെ പട്ടിക പബ്ലിക്കാക്കും. ഗോവ സർക്കാർ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുടെ പട്ടിക ഓൺലൈൻ വഴിയും പൊതുപ്രദർശനത്തിലൂടെയും പുറത്തുവിടാൻ തീരുമാനിച്ചു. ഈ നടപടിയിലൂടെ അർഹതയില്ലാത്തവരുടെ ഇടപെടൽ തടയാനും അർഹരായവരെ മാത്രം സഹായിക്കാനുമാണ് ലക്ഷ്യം. വകുപ്പ് തലത്തിൽ പട്ടികകൾ ഡിജിറ്റൽ രൂപത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭാവിയിലേക്കുള്ള നയങ്ങൾക്ക് സെൻസസ് കണക്കുകൾ നിർണായകമാണെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ ഭാവിയിലേക്കുള്ള വികസന പദ്ധതികൾക്ക് സെൻസസ് കണക്കുകൾ നിർണായകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വരുമാനം, വിദ്യാഭ്യാസം, വീടുകളുടെ നില, പ്രായവിഭാഗം തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകളെ നിയോഗിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കൃത്യമായ കണക്കുകൾ ലഭിച്ചാൽ ക്ഷേമ പദ്ധതികൾ ലക്ഷ്യബദ്ധമാക്കാനും അർഹരെ തിരിച്ചറിയാനും കഴിയും. സെൻസസ് ഒരു കണക്കെടുപ്പ് മാത്രമല്ല, വികസനത്തിനുള്ള അടിസ്ഥാനമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4 ദിവസത്തെ കനത്ത മഴ കാരണം ഈ വർഷത്തെ മഴക്കാലം 18.3% അധികം. ഗോവയിൽ കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന കനത്ത മഴ മൂലം സംസ്ഥാനത്ത് ഈ സീസണിൽ ലഭിച്ച മഴ സാധാരണ നിലയേക്കാൾ 18.3% അധികമായി. ദർബന്തോറയിൽ മാത്രം ഒരു ദിവസം 65.27 mm മഴ രേഖപ്പെടുത്തി. ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും നദീതീരങ്ങളിൽ വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ട്. ദുരന്ത നിയന്ത്രണ വിഭാഗം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇടിമിന്നലും മണ്ണിടിച്ചിലുമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടിവരും. ദർബന്തോറ കാട്ടിൽ യുവതിയെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. ദർബന്തോറ കാടിനകത്ത് ഒരു യുവതിയെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. മുഖം മണ്ണ് പുരട്ടിയ നിലയിലായിരുന്നു. ഇവർ കറുത്ത ടീഷർട്ടും ജീൻസും ധരിച്ചിരുന്നു. പോലീസ് പറയുന്നത് ഇവരെ വേറെ എവിടെയോ കൊന്നിട്ട് കാട്ടിലേക്ക് മൃതദേഹം വലിച്ചെറിഞ്ഞതെന്നാണ്. ഇവരുടെ ദേഹത്ത് ആഭരണങ്ങളും കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് പറയുന്നത്. ട്രാഫിക് ചെലാൻ നിയമം മാറ്റിയതോടെ നിയമലംഘനങ്ങൾ 88% കുറഞ്ഞു. ഏപ്രിൽ 4 പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം ഗോവയിലെ ട്രാഫിക് ചെലാൻ കേസുകൾ 88% കുറവുണ്ടായി. ഇപ്പോഴുള്ള നിയമപ്രകാരം PIമാരും PSIമാരും മാത്രമാണ് പിഴ ഈടാക്കുന്നത്. കോൺസ്റ്റബിൾമാർ ഒഴിവാക്കപ്പെട്ടതോടെ കേസുകൾ ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ 17,176 ലംഘനങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഈ വർഷം അത് 2025 കുറഞ്ഞു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.